കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ഈ രാവിലെ വിവിധ രാജ്യങ്ങളിലിരുന്നു കൊണ്ട് ഒരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥിപ്പാൻ കർത്താവ് നൽകിയ നല്ല സന്ദർഭത്തിനായിട്ട് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. അകതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 26ാമത്തെ രാവിലെ കർത്താവ് നമുക്ക് പ്രാർത്ഥിക്കാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നല്ല ഒഴുക്കിൽ കുറേ പേര് പ്രാർത്ഥിക്കുന്നത് സെൻസ് ചെയ്യാനായിട്ട് കർത്താവ് കൃപ തന്നു. ഞാൻ നിർത്തണ്ട എന്ന് പോലും ചിന്തിച്ചു, കുറച്ച് നേരം ഇങ്ങനെ പോട്ടെ എന്ന് പോലും വിചാരിച്ചു. അങ്ങനെ ആത്മാവിൽ ആഴമായിട്ട് പ്രാർത്ഥിക്കുന്ന തലങ്ങളിനകത്ത് തുറന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. എല്ലാവർക്കുള്ള സ്നേഹത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. ഇന്നലെ എനിക്ക് ഒട്ടും പറ്റാത്ത അവസ്ഥ ഞാൻ കിടക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ രാവിലെ ഞാൻ കയറാതിരുന്നത്. നിങ്ങളത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ഒരു ഭാഗം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തൊട്ടു വന്നത്, നമ്മൾ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ആത്മതലം, സ്പിരിച്വൽ റിലം, ഗ്ലോറി റിലം തുറക്കുന്നതിൻ്റെ ഒരു അടയാളമാണ് നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ. ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സ്വപ്നങ്ങൾ സത്യത്തിൽ വളരെ ആളുകൾ വളരെ അവഗണിക്കുന്ന ഒരു തലമാണ്. വളരെ ആഴമായി നിങ്ങൾ സ്വപ്നങ്ങൾ ദൈവസന്നിധിയിൽ കരുതണം. അതിൻ്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം നിങ്ങൾക്ക് 2 തലങ്ങൾ, അതായത് സ്പിരിച്വൽ റിലത്തിനകത്തുള്ള ഡീമോണിക് റിലത്തിനകത്തുള്ള പദ്ധതികളും മറുഭാഗത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന കരുതലുകളും, 2 മേഖലകൾ നിങ്ങളിലേക്ക് തുറക്കുവാനായിട്ട് ഹെവൻ കോർട്ട് നിങ്ങളിലേക്ക് സന്ദേശങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന ഒരു മഹത്വകരമായ തലമാണ് നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കണ്ടമാനം പേരിപ്പോൾ അത് കാണാനും, ഇപ്പോൾ ഇന്നലെ എന്നോട് നമ്മുടെ പുതുക്കാടുള്ള ബ്രദർ കുറച്ച് ദിവസം, മനോജ് ബ്രദറായി ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് ദിവസങ്ങളായിട്ട് തനിക്ക് ലീവ് കിട്ടിയതുകൊണ്ട് തൻ്റെ സഹോദരൻ വിദേശത്ത് ലെബനോനിലോ എവിടെയോ ആണ്. തനിക്കുണ്ടാകുന്ന ഇങ്ങനെ പൈശാചിക തലത്തിൽ തനിക്കെതിരെ ഉണ്ടാകുന്ന ഒരു കാര്യം കാണുവാനും, അപ്പം തന്നെ ആളുകളത് പഠിച്ച് അപ്പം തന്നെ ആ കാര്യങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവമക്കളെ ദൈവാത്മാവ് പഠിപ്പിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2 കാര്യം ഞാൻ പലരെന്നോട് പറഞ്ഞതെന്ന് പറയുന്നു. ഒന്ന്, നിങ്ങൾ കാണുന്ന സ്വപ്നം കണ്ട് എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ മുറിയിൽ അങ്ങനത്തെ ഒരു തലം ഓപ്പണാണ്. ഉടൻ തന്നെ നിങ്ങൾ പലരും അതിനെ ശാസിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ അറിയണം, നിങ്ങൾ ആ വ്യക്തിക്ക് കൂടെ വേണ്ടി പ്രാർത്ഥിക്കണം. ആ വ്യക്തി അപ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം, അവിശ്വാസിയായൊരു സഹോദരന് വേണ്ടി അവർ ചെയ്ത പാപത്തിന് ഞങ്ങൾ ക്ഷമ ചോദിച്ച് പ്രാർത്ഥിച്ചാൽ റിസൾട്ട് ഉണ്ടോ? നിശ്ചയമായിട്ടുമുണ്ട്. നമ്മൾ തമ്മിൽ മധ്യസ്ഥ ചെയ്യുവാനായിട്ട് ദൈവസന്നിധിയിൽ ദൈവം നമുക്ക് അവകാശം, അല്ലെങ്കിൽ ദൈവം നമുക്ക് നല്ല സാധ്യതകൾ തന്നിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ മറ്റൊരു വ്യക്തിയുടെ പാപങ്ങൾ, കുറവുകൾ, അവിശ്വാസിയായ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവത്തിന് വാല്യൂ ഉള്ളതാണ്. അവരുടെ കുറവുകളെ കർത്താവ് ക്ഷമിക്കുമെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ആ വിഷയത്തിൽ നമുക്ക് മധ്യസ്ഥ അണയ്ക്കാം. അവരുടെ പാപങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ മാറിപ്പോവുകയല്ല, ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കരം അല്ലെങ്കിൽ പിശാചിൻ്റെ തിന്മയുടെ കരം നമുക്ക് നീട്ടിക്കൊണ്ടുപോകാനായിട്ട് പ്രാർത്ഥനയാൽ സാധിക്കും എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കും. ദൈവം അവർക്ക് മാനസാന്തരത്തിലുള്ള വഴി കൊടുക്കും. ഓക്കെ, ഞാൻ ആ ഭാഗം ഒരു വാക്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ആത്മതലത്തിലുള്ള പ്രാർത്ഥനകളുടെ ഒരു ഭാഗത്ത് ദൈവം കാണിക്കുന്ന കാര്യമാണ് നമ്മൾ സ്വപ്നത്തിൽ കൂടെ പറഞ്ഞത്. ഇനി നമ്മൾ ഇന്നലെ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഒരു ഭാഗം ചർച്ചിനകത്ത് എടുത്തിരുന്നു. നിങ്ങൾ ആ മെസ്സേജ് കേൾക്കുന്നത് നല്ലതാണ്. അപ്പോൾ സ്പിരിച്വൽ വാർഫെയറിനെ കുറിച്ചല്ല സത്യത്തിൽ എടുത്തിരിക്കുന്നത്. സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുമ്പോൾ ആത്മയുദ്ധം എല്ലാവരും കേൾക്കുമ്പോൾ വളരെ ആവേശം കാണിക്കുകയും എന്നാൽ അതിൻ്റെ അർത്ഥവ്യാപ്തികൾ കൃത്യമായി ഗ്രഹിക്കാതെ ചെയ്യുകയും ചെയ്യുന്ന ഒന്നാണ് ആത്മയുദ്ധം. എല്ലാം കൂടെ എനിക്കിപ്പോൾ പഠിപ്പിക്കാൻ പറ്റുകയില്ല. പക്ഷേ എന്നാൽ ചില വാക്കുകൾ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് റെഡിയാകാം. സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുന്ന ഘടകം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തോടുള്ള ബന്ധത്തിൽ വളരെ ആഴമായി നാം അറിയേണ്ടതും നാം ചെയ്യേണ്ടതുമായ ഒന്നാണെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. സ്പിരിച്വൽ വാർഫെയറിനകത്ത് നിങ്ങളുടെ മേൽ സ്പിരിച്വൽ റിലങ്ങൾ ഓപ്പൺ ആകുന്നതാണ്. സ്പിരിച്വൽ തലങ്ങൾ ദൈവം നമുക്ക് വേണ്ടി തുറക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവിക നന്മകൾ, ദൈവിക അനുഗ്രഹങ്ങൾ തിരുവചനത്തിനകത്ത് നമുക്ക് തുറന്നു തന്നിട്ടുള്ളത് നാം അനുഭവിക്കാതെ തടസ്സങ്ങളായി നിൽക്കുന്ന പൈശാചിക തലങ്ങളുണ്ട്, പൈശാചിക മേഖലകളുണ്ട്. അതാണ് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നാം പറയുന്നത്. ചതുർവിധ ശക്തികളായി പിശാചെന്ന
ഈ രാജ്യത്തിൻ്റെ പ്രഭുവിൻ്റെ കീഴിൽ നമ്മുടെ ആത്മതലത്തിലെ വളർച്ചകൾക്കോ അനുഗ്രഹത്തിനോ ഒക്കെ തടസ്സമായി നിൽക്കുന്നവനെ നമ്മൾ ആത്മാവിൽ അതിനെതിരെ യുദ്ധം ചെയ്യുന്നതിനെയാണ് സ്പിരിച്വൽ വാർഫെയർ എന്ന പദം കൊണ്ട് നാം അർത്ഥമാക്കുന്നത്. അപ്പോൾ സ്പിരിച്വൽ വാർഫെയറിലേക്ക് നാം പോകുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. പിശാച് നിങ്ങൾക്കെതിരെ പോരാടുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ മുമ്പിലുള്ള ദൈവം വെച്ചിരിക്കുന്ന ഡെസ്റ്റിനികൾ തുറക്കാനായിട്ട് ഇൻറ്റിമസിയിലുള്ള നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അമിതമായ പ്രാധാന്യതയുണ്ട്. ഞാൻ ഇന്നലെ കഴിഞ്ഞ ഞായറാഴ്ച എടുത്തതാണിത്. പക്ഷെ ഒരു ഭാഗം സ്ട്രെസ് ചെയ്ത് പറയുകയാണ്. ഇവിടെ ഈ യാബോക്ക് കടവിൻ്റെ തീരത്തിരുന്നുകൊണ്ട് യാക്കോബ് താൻ ദൈവത്തോട് ഒറ്റയ്ക്ക്, ഇവിടെ ദൈവമാണോ ദൂതനാണോ എന്ന് നമുക്ക് ആദ്യം സംശയം വരാമെങ്കിലും ഇവിടെ യാക്കോബ് പറയുകയാണ്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഞാൻ ഇതിൻ്റെ ഉൾവ്യാപ്തികളൊക്കെ ഞായറാഴ്ച രാവിലത്തെ മെസ്സേജിനകത്ത് പറഞ്ഞിട്ടുണ്ട്. തനിക്ക് ഇരട്ടി പങ്ക് ലഭ്യമായതാണ്. തൻ്റെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്, അപ്പൻ്റെ അനുഗ്രഹമുണ്ട്. പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിലും തൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു സ്വസ്ഥവിലേക്ക് അല്ലെങ്കിൽ ജ്യേഷ്ഠനിൽ നിന്ന് സംരക്ഷിക്കപ്പെടുവാനാണ് അവൻ പ്രാർത്ഥിക്കാനിരിക്കുന്നത്. ആ പ്രാർത്ഥനയിൽ ആവശ്യപ്പെട്ടത്, ദൈവമേ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് ഒരു പുരുഷനോട് മല്ലടിക്കുകയാണ്. മല്ല് പിടിച്ച ഒടുവിൽ യാക്കോബ് അവിടെ ജയിച്ചു. നിന്റെ പേരെന്തെന്ന് ചോദിച്ചപ്പോൾ അവൻ യാക്കോബ് എന്ന് പറഞ്ഞു. ഉടൻ തന്നെ വന്നയാൾ പറഞ്ഞു, നീ ദൈവത്തോട് മനുഷ്യരോട് മല്ല് പിടിച്ച് ജയിച്ചുകൊണ്ട് നിന്റെ പേര് നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. അവിടെ വെച്ച് യാക്കോബിനെ ദൈവമെന്ന് പൊളിച്ച് അവൻ്റെ പേര് മാറ്റുകയാണ്. യാക്കോബ് പറഞ്ഞത്, നിന്റെ പേര് പറയാൻ പറഞ്ഞപ്പോൾ തമ്പുരാൻ പറഞ്ഞു, എന്തിനാ നീ പേരറിയുന്നത്? തമ്പുരാൻ അവിടെ വെച്ച് നീ എൻ്റെ പേര് ചോദിക്കുന്നതെന്ന് പറഞ്ഞു അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു. 30-ാം വാക്യം, ഞാൻ ദൈവത്തെ മുഖാമുഖം, ഇവിടെ ട്യൂണിങ് തിരിയുന്നത് കണ്ടോ, ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ലെന്ന് പറഞ്ഞ യാക്കോബ് ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. ഉടനെ യാക്കോബിന് മനസ്സിലാകുകയാണ് ഇത് ദൈവമാണ്. ആ പേര് കണ്ടോ, പെനിയേൽ, ദൈവത്തെ മുഖാമുഖമായി കണ്ടു. ഇനി പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അവിടെ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. ഒരു വാക്ക് സൂര്യൻ ഉദിച്ചു. എന്താ ഇത്രയും ദിവസം സൂര്യൻ ഉദിച്ചിട്ടില്ലേ? ബൈബിളിൽ ചില സന്ദർഭത്തിൽ മാത്രം എന്തിനാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുകയും എല്ലാ ദിവസവും സൂര്യൻ അസ്തമിക്കുകയും ചെയ്യുന്നില്ലേ? ഇവൻ ലൂസിലെത്തിയപ്പോൾ ഇവിടെ പറയുന്നു, ലൂസിലെത്തിയപ്പോൾ പറയാണ് ഇവിടെ വെച്ച് സൂര്യൻ അസ്തമിച്ചു. ഇത് 22-ാം അധ്യായത്തിന്റെ 11-ാം വാക്യമാണ്. അപ്പൊ സൂര്യൻ അസ്തമിക്കുന്നു, സൂര്യൻ ഉദിക്കുന്നു. അപ്പൊ ഇതിനിടയിൽ സൂര്യൻ ഉദിച്ചിട്ടില്ലേ മറ്റു ദിവസങ്ങളൊന്നും? ഉണ്ട്. പക്ഷെ ഇവിടെ ദൈവാത്മാവ് സൂര്യൻ ഉദിച്ചു എന്ന ഒരു വാക്ക് പ്രകൃതിയോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ തന്നെ മറുഭാഗത്ത് അവൻ്റെ ജീവിതമായിട്ട് അവനെ കണക്ട് ചെയ്യാണ്. അവൻ ദൈവത്തോട് ആഴമായി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ച അന്ന് രാവിലെ സൂര്യൻ ഉദിച്ചു. സൂര്യൻ മാത്രമല്ല, സ്പിരിച്വൽ തലത്തിനകത്ത് അവൻ്റെ മേൽ നീതി സൂര്യൻ ഉദിക്കുകയാണ്. അവൻ്റെ ജീവിതത്തിന് അടുത്ത ഒരു പ്രഭാതം, ജീവിതത്തിൻ്റെ അടുത്തൊരു മേഖല ദൈവാത്മാവ് പെനിയേൽ നിന്ന് ദൈവാത്മാവ് തുറക്കുകയാണ്. അപ്പോൾ സ്പിരിച്വൽ വാർഫെയറിലേക്ക് നാം പോകുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞു വന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവാത്മാവ് തുറക്കുവാൻ ആഗ്രഹിച്ച് ദൈവാത്മാവ് തുറക്കുമെന്ന് നമ്മോട് പറഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങളുണ്ട്. നമ്മുടെ തലമുറകളുള്ള ബന്ധത്തിൽ, നമ്മുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ദൈവവചനത്തിനകത്ത് ദൈവാത്മാവ് നമ്മിൽ തുറക്കുമെന്ന് ദൈവാത്മാവ് പറഞ്ഞിരിക്കുന്ന ദൈവിക ബ്ലെസ്സിങ്ങുകളുണ്ട്, ദൈവിക വാക്തത്വങ്ങളുണ്ട്. ഇത് നാം വെറുതെ ഇരുന്ന് വരുമ്പം വരട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ ഇത് വരികയില്ല. നിങ്ങൾ ദൈവമായിട്ടുള്ള ഇൻറ്റിമസിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് ഇത് നിങ്ങളുടെ മേൽ ശക്തിയോടെ തുറക്കാനിടയായിത്തീരും. ഇവിടെ പെനിയേലിൽ വെച്ച് യാക്കോബിന്റെ മുമ്പിൽ വന്നത് പിശാചല്ല. ഞാൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണം. സ്പിരിച്വൽ വാർഫെയർ എന്ന പദം ഞാൻ ഉപയോഗിച്ചത് വരട്ടെ, 6-ാം അധ്യായത്തിലേക്ക് വരട്ടെ, എഫേസ്യർ 6-ലേക്ക് വരട്ടെ. പക്ഷെ നിങ്ങളൊരു കാര്യം പറയണം, നിങ്ങളുടെ എല്ലാം മുമ്പിൽ ദൈവം തുറക്കാൻ ആഗ്രഹിക്കുന്ന ഹയർ റിലങ്ങളുണ്ട്, ഉയർന്ന മേഖലകളുണ്ട്. നിങ്ങളുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ സ്പിരിച്വൽ ഭാവിയോടുള്ള ബന്ധത്തിൽ, ദൈവിക വാക്തത്വമുള്ള ബന്ധത്തിൽ ദൈവത്തിന് തുറക്കാനുള്ള ഹയർ റിലങ്ങളുണ്ട്. ഇത് തുറക്കുവാൻ ദൈവാത്മാവിൻ്റെ സമയമാകുമ്പോൾ നിങ്ങളുടെ അകത്തൊരു അമിതമായ ഭാരം വരും, അമിതമായി ദൈവത്തോട് ചേർന്നിരിക്കാൻ ഒരു വലിയ ആഗ്രഹം വരും. ആ സമയത്ത് നിങ്ങളുടെ മേൽ ഏഞ്ചലിക് റിലം ഓപ്പണായി വരും. ശ്രദ്ധിക്കണം കേട്ടോ, ഒരു ഏഞ്ചലിക് റിലം നിങ്ങളുടെ മേൽ ഓപ്പണായി വരും. സ്പിരിച്വൽ റിലം ഓപ്പൺ ആകുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഏഞ്ചലിക് റിലം.
ദൈവം ഇറങ്ങി വരുന്ന സമയത്ത് ദൈവം ദൂതനെ കൂടാതെ വരുന്നില്ല. നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ മുമ്പിൽ അങ്ങനത്തെ നിങ്ങളുടെ പ്രാർത്ഥന മുമ്പിൽ ഭയങ്കര ഇൻറ്റിമസിയിലേക്ക് നിങ്ങൾ അടുത്തു വരുമ്പോൾ ഗ്ലോറി റിലം ഓപ്പൺ ആകുന്ന ഒരു അനുഭവം ഉണ്ടായി വരും. അത് നിങ്ങൾക്കിപ്പോൾ ദൈവാത്മാവിൽ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ രാവിലെ തന്നെ അത് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടമാന വ്യക്തികൾക്ക് കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയോട് പറഞ്ഞ പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തൊട്ടുപുറയിൽ ഒരാൾ വന്നു നിൽക്കുന്ന അനുഭവം ഉണ്ടായി. അതിനുശേഷം എനിക്ക് മറ്റു വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നു. വ്യക്തമായി ദൈവാത്മാവ് അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്ന തലങ്ങൾ വെളിപ്പെട്ട് വരും. നമുക്ക് ആദ്യത്തിൽ അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം, എന്നിട്ട് നമുക്ക് എഫെസ്യ ലേഖനം 6 വരാം. ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങൾ ആഴമായി, നിങ്ങൾ മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ ഹൃദയങ്ങളെല്ലാം ഏകാഗ്രമാക്കി നിങ്ങൾ അവൻ്റെ അകത്താണെന്നുള്ള, നിങ്ങൾ അവനുമായിട്ട് ഒന്നാണെന്നുള്ള, നിങ്ങൾ അവൻ്റെ അകത്തേക്ക് ദൈവാത്മാവിനാൽ പ്രവേശിക്കപ്പെട്ടിരിക്കുകയാണെന്നുള്ള വെളിപ്പാടിൽ ബുദ്ധി മറ്റെല്ലാറ്റിലും നിങ്ങളുടെ ബുദ്ധിയെ പറിച്ച് വചനം മാത്രം നിങ്ങളുടെ അകത്ത് ധ്യാനിച്ച് നിങ്ങൾ അവനിലാണെന്ന് മാത്രം നിങ്ങൾ ധ്യാനിച്ച് ഒന്ന് അന്യഭാഷ പ്രാർത്ഥിച്ചു നോക്കിയേ. അവിടെ നിങ്ങളുടെ ബുദ്ധി അഫലമാവുകയും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ശക്തമായിട്ട് ഇതിനകത്ത് തുറക്കാൻ പോവുകയാണ്. ഇതിനകത്ത് ശക്തമായി നിങ്ങളുടെ മുറിക്കകത്ത് ശക്തമായി ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഈ പ്രാർത്ഥനയിൽ ദൈവാത്മാവ് തുറക്കാൻ പോവുകയാണ്. ഒന്നും നിങ്ങളുമായി കൺമുട്ടി പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് യാക്കോബിന് മാത്രമല്ല നമുക്കും ഇന്ന് രാവിലെയുള്ള അങ്ങനെയുള്ള കൂട്ടുമുട്ടലുകൾ ദൈവാത്മാവ് നൽകാൻ പോവുകയാണ്. അതിരങ്ങളെല്ലാം തുറന്ന് പ്രാർത്ഥിച്ചു. അവരങ്ങളെല്ലാം തുറന്ന് ഷാഭ ലബാന ബഷസ് കനാബിനാബന പരിശുദ്ധാത്മാവേ കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് അങ്ങയെ മാത്രം ധ്യാനിച്ച് അങ്ങയിൽ മാത്രം വസിച്ച് അവരെ ബുദ്ധി അഫലമായി കർത്താവേ ആ കൃപാസനത്തിൽ അങ്ങയുടെ അകത്താണെന്നുള്ള വെളിപ്പാടിൽ, അങ്ങയുടെ അകത്ത് അവരെ ദൈവാത്മ വെച്ചിരിക്കുന്ന വെളിപ്പാടിൽ, ഷാബാന അങ്ങയിൽ വസിക്കുന്ന വെളിപ്പാടിൽ, ഷാബാന പരാവതിനി ഹദന ഘടകദന ഹത്തൽ ഘടകദന ഹത്തൽ ഘടകമ കർത്താവേ, നീ ഞങ്ങളുടെ ഡെസ്റ്റിനി തുറന്നില്ലാതെ ഞങ്ങൾ നിന്നെ വിടുകയില്ല. നീ ഞങ്ങളുടെ മുമ്പിൽ കർത്താവ് വെച്ചിരിക്കുന്ന തലത്തിലേക്ക് നീ ഞങ്ങളെ ഉയർത്തിയല്ലാതെ ഞങ്ങൾ നിന്നെ വിടുകയില്ല എന്ന വെളിപ്പാടിൽ ആലാ ഭന ജനലി ഘോരി ബിഹാദു റീക ഷാംബൽ പ്രൗഢവന ശബനഗടഗദന ഗദുരബനഗടഗദന. പരിശുദ്ധാത്മാവേ അങ്ങയുടെ മക്കൾക്ക് അവന് കൃപ കൊടുക്കണമേ, അങ്ങയുടെ മക്കൾക്ക് അവന് കൃപ കൊടുക്കണമേ. ഹെവൻ റിലത്തിലേക്ക്, ആ ഹയർ റിലത്തിലേക്ക് അങ്ങയുടെ മക്കളെ ദൈവാത്മാവ് ഇന്ന് രാവിലെ ഉയർത്തണമേ. ഇസ്രായേലിന്റെ ദൈവമേ, ഞങ്ങളൊരു പുതിയ സൃഷ്ടിയാക്കിയല്ലോ ഈ ജനത്തിന്റെ മുറിക്കകത്ത് കർത്താവേ, അങ്ങനെ മക്കളുടെ പ്രാർത്ഥന മുറിക്കകത്ത് കർത്താവ് ഒരു സ്പിരിച്വൽ വാർഫെയർ ചെയ്യുന്ന ഉറബൽ ഘടകത്തിന് ആത്മയുദ്ധം ചെയ്യുവാൻ കരുത്തുള്ള ഒരു വ്യക്തിയായി അങ്ങവരെ അഭിഷേകം ചെയ്യണവന്, അങ്ങവരെ തലങ്ങളെ തുറക്കണവന്, അങ്ങവരെ കണ്ണുകൾ തുറക്കണവന് ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ അങ്ങയുടെ ഇടപെടലുകൾ വെളിപ്പെടുവാൻ, അങ്ങയിൽ നിന്നുള്ള ഇടപെടലുകൾ വെളിപ്പെടുവാൻ ജനത്തുരാധന പ്രൗഷമന ഹതുരവന ഘടകനം. പരിശുദ്ധാത്മാവേ, അങ്ങ് തലങ്ങൾ തുറക്കേണ്ടവനായി റിബിനെ ഘടകദന അതല ഘടകജന വേദ പ്രൗഢവന ഘടകദന വേദ പ്രൗഷമന ഘടകദന റിബാ ബരാബര പ്രൗഷമന ഘടകദന. ഈ റിലങ്ങൾ തുറക്കുമ്പോൾ പരിശുദ്ധാത്മാവേ, അങ്ങ് തുറക്കുന്ന അധികാരത്തെക്കുറിച്ച്, അങ്ങ് തുറക്കുന്ന അവകാശത്തെക്കുറിച്ച് അങ്ങയുടെ മക്കളുടെ അകത്ത് അങ്ങ് റെവലേഷൻ കൊടുക്കണമേ, വെളിപ്പാട് തുറക്കണമേ. ഹയർ റിലങ്ങൾ തുറക്കട്ടെ അപ്പ, ആ സാന്നിധ്യം തുറക്കട്ടെ അപ്പ, ആ സാന്നിധ്യം അവരുടെ മേൽ വെളിപ്പെട്ടു വരുവാൻ പരിശുദ്ധാത്മാവേ അങ്ങ് ഒരു വ്യക്തിയായി യേശുനാഥ, അങ്ങ് വചനം അടക്കുന്ന വ്യക്തി
വ്യക്തിയായി ബനാദിന പ്രൗഢമന ഘടകമന അങ്ങ് വചനമായി, അങ്ങ് വ്യക്തിത്വമായി. ഓ റബന റബശസ്കനാദിന അന്ന് വചനം ജഡമായെങ്കിൽ ഇന്ന് വചനം വ്യക്തിയായി. ഓ റബ രഗത്തുരാധന അങ്ങയുടെ മക്കളുടെ മുറിക്കകത്ത് ഓ റബൽ പ്രവണം അങ്ങനെ ഒരു റിലം ഓപ്പണായി വരുവാൻ, അങ്ങനത്തെ ഒരു തലം ഓപ്പണായി വരുവാൻ. ഓ റബന ഘടകത്തിന് വ്യക്തിപരമായി അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുന്ന, അങ്ങയുടെ ശക്തി തുറന്ന് അനുഭവിക്കുന്ന ഒരു റിലം തുറന്നു വരുവാൻ, ഒരു റിലം തുറന്നു വരുവാൻ. പ്രൗഢമന ഘടകതനം പരിശുദ്ധാത്മാവ് നമ്മളെ ആത്മാവിൻ്റെ അടുത്ത തലത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമ്മളെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഒന്ന്, നാം ദൈവസന്നിധിയിൽ നാം അനുഭവിക്കേണ്ട, നാം എത്തിച്ചേരേണ്ട ഡെസ്റ്റിനികൾ അല്ലെങ്കിൽ നാം അനുഭവിക്കേണ്ട അനുഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അതിനിടെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതെങ്കിലുമൊക്കെ ചെറിയ വേദനകൾ വരുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾ അതിൻ്റെ മുമ്പിൽ തളരരുത്. നിങ്ങൾ തളരാതെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ദൈവത്തോടുള്ള ഇൻറ്റിമസിയിൽ പ്രാർത്ഥിക്കാനൊരു സമയം കണ്ടെത്തി അവിടെ നിങ്ങൾ ആഴമായ വെളിപ്പാടിനാണ്. നിങ്ങൾ പഴയ നിയമ ഭക്തന്മാർക്കില്ലാത്ത വെളിപ്പാടാണ് കേട്ടോ നമ്മുടെ അകത്തുള്ളത്. ഞാൻ പഴയ നിയമത്തിൽ നിന്ന് ഈ ഭാഗം പറയുമ്പോൾ ഞാൻ പറയുന്നത് ന്യൂ കവനന്റിൻ്റെ റെവലേഷനിലാണ്. പഴയ നിയമ ഭക്തന്മാർക്ക് പലർക്കും വെളിപ്പാടുണ്ടായിരുന്നു. ഇനി ഞാൻ സ്പിരിച്വൽ വാർഫെയറിലേക്ക് വരാൻ പോകും. അപ്പോൾ സ്പിരിച്വൽ വാർഫെയറിലേക്ക് നിങ്ങൾ വരുമ്പം നിങ്ങൾ കൃത്യമായിട്ട് അറിയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് പൈശാചിക തലത്തിൻ്റെ മേൽ അധികാരമുണ്ട്. ഏഞ്ചലിക് വില്ലം നിങ്ങളുടെ മേൽ തുറന്നു വരുവാൻ, ദൈവം വെച്ച് ഡെസ്റ്റിനികൾ തുറക്കാൻ നിങ്ങൾക്ക് അവകാശത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവ് ഇത് തുറക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ഡീമോണിക് വില്ലത്തിൻ്റെ മേൽ നിങ്ങൾക്ക് അധികാരത്തോടെ ചവിട്ടുവാനുള്ള അധികാരമുണ്ട്. കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ ഭവനങ്ങളിൽ തുറന്നു വരാനുള്ള ഒരു സ്പിരിച്വൽ റിലവുണ്ട്, ഒരു സ്പിരിച്വൽ ബ്ലെസ്സിംഗ് ഉണ്ട്, ഒരു മെറ്റീരിയൽ ദൈവത്താൽ തുറക്കേണ്ടതുണ്ട്, ദൈവം തുറക്കാൻ പോകുന്നതുണ്ട്. മറുഭാഗത്ത് ദൈവം തുറന്നതിനെ അനുഭവിക്കാൻ കഴിയാതെ വണ്ണം തടയുന്ന പൈശാചിക സാമ്രാജ്യമുണ്ട്. 91 സങ്കീർത്തനത്തിൽ ഒരു ഭാഗമാണിത്. സിംഹത്തിന്മേലും അണലിമേലും ഒന്ന് വായിച്ചു, ഒരാളെ വാക്യം ഒന്ന് വായിച്ചു. 91 സങ്കീർത്തനത്തിന്റെ 13 വാക്യമാണിത്. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. കണ്ടോ, ഇതിവിടെ നാട്ടിലൂടെ കാട്ടിലൂടെ നടക്കുന്ന സിംഹത്തെ ചവിട്ടുന്ന കാര്യമല്ല, സ്പിരിച്വൽ റിലമാണ് ഈ അധ്യായത്തിൽ ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ ഈ അധ്യായത്തിൽ, ഇത് പഴയ നിയമത്തിൽ ഈ അധ്യായത്തിനകത്ത് ഈ വെളിപ്പാടുണ്ടെന്നേ.
അപ്പൊ ഈ സ്പിരിച്വൽ വാർഫെയറിൽ ഏർപ്പെടുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്നാം വാക്യം വായിച്ച്. അത്യുന്നതിന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. പഴയ നിയമത്തിനകത്ത് ക്രിസ്തുവിലാകുന്ന പുതിയ സൃഷ്ടിയാകുന്ന ന്യൂ ടെസ്റ്റ്മെന്റിന്റെ റെവലേഷൻ ഇല്ലാത്ത കാലത്ത് അവര് പറയാണ് അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. കണ്ടോ? അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ ദൈവത്തിന്റെ അകത്താണ് വസിക്കുന്നത്, ഞങ്ങൾ അത്യുന്നതന്റെ അകത്താണ്, അവന്റെ സീക്രട്ട് പ്ലേസിലാണ്. ഇംഗ്ലീഷ് ഉണ്ടോ നിങ്ങൾ? അവന്റെ സീക്രട്ട് പ്ലേസിലാണ് ഞങ്ങൾ വസിക്കുന്നത്. മോശ തേജസ്സിനകത്തിരുന്ന മോശ നോക്കി. ഞാൻ പണ്ടൊരിക്കൽ കഴിഞ്ഞ ദിവസം കുറച്ച് നാളുകൾക്ക് മുമ്പ് ദാവീദിന്റെ അനുഭവത്തിൽ ദാവീദ് ചിറകിന്റെ കീഴിൽ എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ നിങ്ങൾ അവന്റെ അകത്താണ് വസിക്കുന്നതെങ്കിൽ, ഇനി ഞാൻ വായിക്കാൻ സമയം എടുക്കുന്നില്ല, വേട്ടക്കാരന്റെ കെണി നിന്റെ കുടുംബത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും. കണ്ടോ? 3-ാം വാക്യമാണ്. വേട്ടക്കാരൻ കെണിയുമായി വരുന്നവൻ തൊടുകയില്ല, നിന്റെ തൂവലുകൾ കൊണ്ട്, അവന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ അവന്റെ ചിറകിന്റെ കീഴിൽ നിന്നെ മറയ്ക്കും. അവന്റെ വിശ്വസ്ത നിനക്ക് പരിചയാകും. രാത്രിയിലെ ഭയം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, നിന്റെ ഇടത്തും വലത്തും 1000-10,000 വീഴും. ഇതൊന്നും നിന്നെ തൊടുകയില്ല. കാരണം എന്താ? നീ യഹോവയെ നിന്റെ സങ്കേതമാക്കിയിരിക്കുന്നു. കണ്ടോ? ഒരനർത്ഥവും നിന്റെ കൂടാരത്തിൽ വരികയില്ല. രാവിലെ സങ്കീർത്തനം പഠിപ്പിക്കുകയല്ല കേട്ടോ, ഞാനിതൊന്ന് പറഞ്ഞു വിടുന്നു മാത്രമേ ഉള്ളൂ. നിന്റെ വഴികളിൽ മുഴുവൻ ദൂതന്മാർ. കണ്ടോ? നീ അവനിൽ വസിക്കാൻ തുടങ്ങിയാൽ ദൂതന്മാർ, കണ്ടോ ഇവിടെ ദൂതന്മാർ വന്നു, കണ്ടോ? ദൂതന്മാർ നിന്നെ സൂക്ഷിക്കാൻ തുടങ്ങും, ദൂതന്മാർ നിന്നെ കാക്കാൻ തുടങ്ങും. നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ അവർ നിന്നെ സൂക്ഷിക്കും. എന്നിട്ടാണ് പറയുന്നത്, സിംഹത്തിന്റെ മേലും അണലിമേലും നീ ചവിട്ടും. നീ ദൈവത്തോട് പറ്റിയിരിക്കിയാൽ അവൻ നിന്നെ വിടുവിക്കും, അവൻ നിന്നെ ഉയർത്തും. കണ്ടോ? അപ്പൊ നാം പ്രാർത്ഥനയിൽ അവനോട് ചേർന്ന് പറ്റിയിരിക്കുമ്പോൾ നമ്മെ ഉയർത്തുന്ന, നമ്മെ മാനിക്കുന്ന, നമ്മെ വിടുവിക്കുന്ന, നമുക്ക് ദീർഘായുസ് നൽകുന്ന, നിന്നെ വിടുവിച്ച് മഹത്വപ്പെടുത്തുന്ന, നിനക്ക് തൃപ്തി തരുന്ന, ദൈവിക രക്ഷയെ കാണിക്കുന്ന ദൈവത്തിന്റെ കരം നിന്റെ മേൽ വെളിപ്പെടാൻ തുടങ്ങും. നമുക്ക് എഫേസ്യ ലേഖനത്തിലേക്ക് വരുന്നേക്ക് മുമ്പ് തന്നെ നമുക്ക് പഴയ നിയമത്തിന് പരിശുദ്ധാത്മാവ് വെളിപ്പാട് തരുന്നു. അങ്ങനെയെങ്കിൽ ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് വരുമ്പോൾ എത്ര ആഴമാണിത്! നിങ്ങൾക്ക് ഞാൻ അതിന്റെ ആശയം മനസ്സിലാക്കുന്നുണ്ടോ? അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത്, നിങ്ങൾ അവന്റെ അകത്ത് വസിക്കാൻ തുടങ്ങുന്ന വെളിപ്പാട്, നിങ്ങൾ അവനിലാണെന്നുള്ള വെളിപ്പാട് നിങ്ങളുടെ അകത്തുണ്ടാകുമ്പോൾ, ഒന്ന്, അവിടെ നിങ്ങൾ ഇന്റിമസി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങൾ പ്രഖ്യാപിക്കുന്ന വചനങ്ങൾ ദൈവം തുറക്കാനുള്ളതിനെ നിങ്ങളുടെ മുമ്പിൽ തുറന്നിരിക്കും. അവിടെ നിങ്ങൾക്ക് ആത്മബലത്തിലെ കൂട്ടുമുട്ടൽ സംഭവിക്കും. 2-ാം തലത്തിൽ, നിങ്ങൾ ഈ തലത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ഒറ്റയ്ക്ക് വിശ്വാസി വന്നിട്ട് നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ വിശ്വാസത്തിൽ വരാത്തവരില്ലേ? ഇടയ്ക്കിടയ്ക്ക് നഷ്ടങ്ങൾ. ചില ആൾക്കാരുടെ പക്ഷേ ഒരു കാര്യം പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല, ഒറ്റ കാര്യം എൻ്റെ തലമുറ മേൽ വെളിപ്പെടുന്നില്ല. എല്ലാ മേഖലയും ബ്ലോക്കിൽ അനുഭവിക്കുക, എല്ലാം തുറന്നു വരും, ഒന്നും അനുഭവിക്കാൻ പറ്റില്ല. ചിലർക്ക് തുറന്നു വരുന്നു, അനുഭവിക്കാൻ പറ്റുന്നില്ല. കാരണം തുറന്നു വന്നതിനെ ചോർത്തിക്കളയുന്ന, തുറന്നു വന്നതിനെ അവസാനിപ്പിക്കുന്ന ഒരു ഡീമോണിക് അറ്റാക്ക് അല്ലെങ്കിൽ ഒരു ഡീമോണിക് ബാരിയർ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. എല്ലാവരും മുമ്പിൽ ഉണ്ടെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, ചിലരെങ്കിലും മുമ്പിൽ നിൽക്കുകയാണ്. നമുക്ക് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കണം. അവന്റെ മേൽ ദൈവാത്മാവ് ഇന്ന് രാവിലെ നമുക്ക് ജയം വരാൻ പോവുകയാണ്. ഇത് ജയോത്സവത്തിന്റെ പകലാണ്, ഇത് ജയത്തിന്റെ പ്രഭാതമാണ്. എല്ലാവരുമായി കൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾ 1-2 മിനിറ്റുകൾ നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥിച്ച ശേഷം, ഏത് മേഖലകളിലാണ് നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ കുടുംബ ഫാമിലിക്കകത്ത്, തലമുറകളുടെ മേൽ, നിങ്ങളുടെ ജോലിയുടെ മേൽ, ബിസിനസിന്റെ മേൽ എവിടെയാണോ ക്ഷതങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യം വരുന്നവ, അതിലേക്ക് നോക്കി ആത്മാവിൽ വചനം പ്രഖ്യാപിക്കാൻ തയ്യാറാകുക. ദൈവിക ബ്ലെസ്സിങ്ങിന്റെ വചനം പ്രഖ്യാപിക്കാൻ തയ്യാറാകുക. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനം ചില കുടുംബങ്ങളുടെ മേൽ ശക്തിയോടെ തുറന്ന് പിശാച് അടക്കി വെച്ചതിനെ ഇന്ന് രാവിലെ ദൈവാത്മാവ് സ്വതന്ത്രമാക്കുന്ന, തുറക്കുന്ന ഒരു പകലായി മാറാൻ പോവുകയാണ്. പ്രാർത്ഥിച്ചോ, 1-2 മിനിറ്റുകൾ പ്രാർത്ഥിച്ചോ. ഷാഖാബന ഹംദൽ പ്രൗഢബന ഘടകബന. അന്യഭാഷ പ്രാർത്ഥിക്കണം കേട്ടോ. അന്യഭാഷ പ്രാർത്ഥിച്ച ശേഷം നിങ്ങളെ മേഖലകളെ കണ്ട് ഇന്ന് രാവിലെ പ്രഖ്യാപിക്കുക. ഹത്തൽ റോബിനി ഹത്തൽ കടകദനം റാഭ റബാരിബി ശകുറാബന റംബ പ്രൗഢബന കടകദനം ലിബ പ്രൗഢബന ഹത്തുൽ പ്രൗഷബന ഹത്തുൽ ജഗനഗദുരബന കടകദനം
Gavani Kalgiri Dia Gandadadara Ada Adadara Ganatiada Baravani Kalgiri Barakari Galgiada Liberanadiada Nadia Bogara Banadi Belganadia Gadagavanadi Del Gadagadi Gadagadi Gadagavanadare Garavaras Nadaratia Udadaras ജീബൽ ഘടകദന വാദന ശന്തൽ പ്രൗഢമന ഹദുരിബിനി ഘടകദന വേദ പ്രൗഷമന ഹദര ജനകദുരിബിനി കന്തൽ ഘടകദന വേദ പ്രൗഷമന ഹന്തൽ ഘടാദിന പ്രൗഢമന ജനകദുരി വേദ പ്രൗഷമന ഹന്തൽ ഘടകദന വേദ പ്രൗഷമന ഹത്തൽ ഘടകദന വേദ പ്രൗഷമന ഹദുര ജനകടകദന ഹാദൽഖന ദിരി പ്രൗഷമന ഹന്തൽ ഘടകദന വേദ പ്രൗഷമന ഹദര ജനകദന ജീവ പ്രൗഷമന ഹദുരബന ഘടകദന വേദ പ്രൗഷമന ഹദല ഘടകദന വേദ പ്രൗഢമന ഹന്തൽ ഘടകദന വേദ പ്രൗഷമന ഹന്തൽ പ്രൗഢമന ഘടകദന ഗദുരബന ഘടകദന ഫലാധിര പ്രൗഷമന ഹന്തൽ ഘടകദന ശുഭ പ്രൗഷമന ഹന്തൽ പ്രൗഷമന ഹദര ജനകദുരബന ഘടകദന ഈ കൃത്യമായ പരിശീലനമില്ലാത്തതിനാൽ, കൃത്യമായ അറിവില്ലാത്തതിനാൽ ആത്മയുദ്ധത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്കുണ്ടാകുന്ന കണ്ടമാനം അബദ്ധങ്ങൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ട്. കണ്ടമാനം ആളുകളുടെ ചിന്ത, നമ്മൾ ഈ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ പിശാചിനെതിരെ പ്രാർത്ഥിക്കുന്നെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അത് വ്യക്തികളുടെ കാര്യമല്ല കേട്ടോ, ഞാൻ ശുശ്രൂഷയിൽ നിൽക്കുന്ന ആളുകൾ ചെയ്യുന്ന കാര്യമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മണിക്കൂറുകൾ അന്യഭാഷ പറയുകയും നിലത്ത് ചവിട്ടുകയും പിശാചിനെ ഇപ്പോൾ പിടിക്കുക എന്നൊക്കെ ചിന്തയിൽ ഇവരുടെ എഫർട്ട് കൊണ്ടാണ് ഈ ആത്മയുദ്ധം നടക്കുന്നത്, അല്ലെങ്കിൽ പിശാചിനെതിരെ പോരാടുന്നത് എന്ന് ചിന്തിച്ച് ശാരീരിക എഫർട്ട് കണ്ടമാനം ചെലുത്തുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നിലത്തൊക്കെ ഇട്ട് ചവിട്ടി പൊട്ടിക്കുക. പരിശുദ്ധാത്മാവ് ഏതെങ്കിലും ഒരു പ്രൊഫറ്റിക് ആക്ഷൻ കാണിക്കാൻ പറഞ്ഞാൽ കാണിച്ചോ, വേണ്ടാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ കണ്ണിക്കണ്ടവിനെയൊക്കെ ചവിട്ടി പൊട്ടിക്കുക, ഇതൊന്നും അല്ല കേട്ടോ ആത്മയുദ്ധം. ആത്മയുദ്ധത്തിനകത്ത് നിങ്ങൾ ദൈവമായിട്ടുള്ള ഇൻറ്റിമസിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. ആത്മയുദ്ധത്തിൽ 7 തലത്തിൽ 7 ആയുധങ്ങളാണ് സർവായുധ വർഗത്തിനകത്ത് ദൈവാത്മാവ് എഫേസ്യ ലേഖനത്തിൽ പൗലോസിൽ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകത്ത് ഈ വാക്യം ഒന്ന് വായിച്ച് 6:18 ഒന്ന് കൃത്യമായിട്ട് നിങ്ങളത് അറിഞ്ഞിരിക്കണം. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് കുറേ ദൈവദാസന്മാർ ഒരുമിച്ച് നിന്ന് കർത്താവിനെ 5 മിനിറ്റ് ഒറ്റ മിനിറ്റ് കർത്താവിനെ 5 മിനിറ്റ് ആരാധിക്കാതെ ഇവർ അന്യഭാഷ പ്രാർത്ഥിച്ചിട്ട് പിശാചിനെ പൊട്ടിക്കുകയാണ്. ഞാൻ ലാസ്റ്റ് എഴുന്നേറ്റ് ചോദിച്ചു, 5 മിനിറ്റ് നമ്മൾ കർത്താവിൻ്റെ കാര്യം പറഞ്ഞോ? 5 മിനിറ്റ് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിച്ചോ?
എന്തുവാ നിങ്ങൾ കാണിക്കുന്നത്? ഞാൻ ദൈവത്തോർത്ത് പറയുന്നു, നമ്മൾ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് നമുക്ക് ഇൻറ്റിമസിയുടെ ആഴത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവ് ആത്മതലത്തിൽ ഇറക്കിക്കൊണ്ടു പോകുന്ന അനുഭവങ്ങളുണ്ട്. നിങ്ങൾ ചിലപ്പോൾ മറ്റ് പല രീതിയിലുള്ള ഭാഷകൾ പറയാൻ തുടങ്ങാം. ഇത് നിങ്ങളുടെ മേലെ ആ അധികാരം തുറക്കവിൻ്റെ ലക്ഷണമാണ്. ചിലരുടെ കുഴപ്പം അവരതൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കും. ഞാനിത് ഓപ്പണായിട്ട് ഇടുന്നതുകൊണ്ട് യൂട്യൂബിൽ ഇടാൻ പോകുന്നതുകൊണ്ടാണ് ഞാൻ ചിലത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ഭാഷകൾ ചിലപ്പോൾ ശ്ലോകങ്ങളായോ ചിലപ്പോൾ ചില രീതിയിലുള്ള മറ്റ് പലതുമായിട്ട് നിങ്ങൾ കൂടെ വെളിപ്പെടാം. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, വെളിപ്പെടണം, വെളിപ്പെട്ടോട്ടെ. അവിടെ എന്താ ഉണ്ടാകുന്നത്? അവിടെ നിങ്ങളുടെ ആത്മാവിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളിൽ നിന്ന് അധികാരം തുറക്കുകയാണ്. പക്ഷെ എങ്ങനെയാ വെട്ടുന്നത്? എങ്ങനെയാ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ പിശാചിനോട് എങ്ങനെയാ അതിനോട് പ്രാർത്ഥിക്കുന്നത്? എങ്ങനെയാ പിശാചിനെ ശാസിക്കുന്നത് എങ്ങനെയാ? എന്താ അന്യഭാഷ പ്രാർത്ഥന? ഇത് ശ്രദ്ധിച്ച് കേൾക്ക്. ഒന്ന് വായിച്ച് സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചുകൊണ്ടും സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. അപ്പൊ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ആരോടാ? ദൈവത്തോടാണ്. നിങ്ങളിങ്ങനെ ആത്മാവിൽ നിങ്ങളുടെ ബുദ്ധി അപലമാക്കി 5 മിനിറ്റ് അല്ല, 10 മിനിറ്റ് അല്ല, 15 അല്ല, ചിലപ്പോൾ അരമണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ നിങ്ങൾ ആത്മാവിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് ആ സ്പിരിച്വൽ റിലത്തിനകത്ത് നിങ്ങൾ അവൻ്റെ അകത്തിരിക്കുന്ന യേശുക്രിസ്തുവിനെ സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വങ്ങൾക്കും സകലത്തിനും മീതെ ഇപ്പോഴുള്ളവനും വരുവാനുള്ളവനും സകല നാമത്തിനും മീതെ ഇരുത്തിയിരിക്കുന്ന തലം നിങ്ങളുടെ മേൽ ശരിക്കും നിങ്ങളുടെ മേൽ ഫീൽ ചെയ്യുന്നൊരു തലത്തിലേക്ക് നിങ്ങൾ വളരും. ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ആത്മയുദ്ധം. അവിടെ എന്താ ചെയ്യണ്ടേ? അവിടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി വചനം. സിമ്പിളായിട്ട് പറയുമ്പം പിശാച് പോകാതിരിക്കാനുള്ള രീതിയിൽ പറയരുത് കേട്ടോ. അതിന് സ്മിത്ത് സ്വിഗ്ലിസ്വർത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സ്മിത്ത് സ്വിഗ്ലിസ്വർത്ത് ഒരിക്കലൊരു ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തിരിക്കുകയാണ്. അപ്പം ആ നാട്ടിലെ എല്ലാവരും കൂടെ അന്നും ഉണ്ട് ഇന്നും ഉണ്ട് പട്ടികൾ കൂടെ. അപ്പം പട്ടി വീട്ടിലെ എന്താ പറയുക, ചെറിയ പട്ടിക്കുഞ്ഞ് തൻ്റെ കൂടെ വരിക. അപ്പോൾ ഈ സിസ്റ്റർ ഈ അമ്മച്ചി വണ്ടിയിൽ കയറാൻ വേണ്ടി വരുമ്പം അമ്മച്ചി പറഞ്ഞു പോടാ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ നോക്കി. പക്ഷെ ഈ പട്ടിക്കുട്ടി പോകുന്നില്ല. ലാസ്റ്റ് വണ്ടി വരാൻ നേരത്ത് കാലോണ്ടൊരു തൊഴി ഒഴിച്ചു. പോടാ, മിന്നോട്ടല്ലേ പോകാൻ പറഞ്ഞെന്ന് പറഞ്ഞ് ആദ്യം കേട്ട വഴിക്ക് പട്ടിക്കുട്ടി വീട്ടിൽ പോയി. അപ്പം ഈ പോകാനായിട്ട് പറയുമ്പം എന്നാൽ അവന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകണ്ടെന്ന് വെച്ച് പറയരുത്. ഇവിടെ കണ്ട ആത്മാവിൻ്റെ 17 വാക്യമാണ് ഞാൻ ഈ വായിച്ച വാക്യം. ഒന്ന് വായിച്ച് 17 വാക്യം. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. അപ്പൊ ദൈവവചനം എന്ന ആത്മാവിന്റെ വാള് നിങ്ങൾ എടുക്കണം. അപ്പൊ നിങ്ങൾക്ക് ഈ വചനം എന്ന വാളെടുക്കാൻ നിങ്ങൾ അറിയണം. വളരെ വളരെ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നിങ്ങളത് ശ്രദ്ധിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മുറിക്കകത്ത് നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സ്പിരിച്വൽ റിലം തുറന്നു വരും. ഒരു പ്രായമുള്ള അപ്പച്ചൻ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ തൻ്റെ മുറിക്കകത്ത് ഒരു ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നു. ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് പറഞ്ഞു, ഞാൻ യഹോവയുടെ സന്നിധി ഇറങ്ങി വരുന്ന യഹോവയുടെ ദൂതനാണ്, ദൈവത്തിൻ്റെ ദാസ നിന്നോട് സംസാരിക്കാൻ വന്നിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അപ്പച്ചൻ ദൈവത്തിൻ്റെ ഈ ദൂതന്മാരുടെ വിസിറ്റേഷൻ പല പ്രാവശ്യം അനുഭവിച്ചിട്ടുള്ള അപ്പച്ചനാണ്. വീണ്ടും ഇതേ വാക്ക് തന്നെ ദൂതൻ പറഞ്ഞു. മൂന്നാമത് പിന്നെയും ഇതേ വാക്ക് തന്നെ ദൂതൻ പറഞ്ഞു. പക്ഷേ ഈ ദൂതൻ സംസാരിക്കുമ്പോൾ ദൂതൻ്റെ പ്രസൻസ് ഉണ്ടായപ്പോൾ അപ്പച്ചന് ഒരു വല്ലാത്ത അസ്വസ്ഥത വരാൻ തുടങ്ങി. ഉണ്ടോ? അപ്പം നാം ഏഞ്ചലിക് റിലം തുറന്നു വരുന്ന പ്രാർത്ഥനയിൽ സ്പിരിച്വൽ വാർഫെയറിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഒരു പ്രത്യേക കംഫർട്ട് നിങ്ങളുടെ അകത്ത് വരും. ഒരു പ്രത്യേക സമാധാനം നിങ്ങളുടെ അകത്ത് ഫീൽ ചെയ്യും. നിങ്ങൾ നന്നായി വചനം അറിയണം കേട്ടോ. വചനം വായിക്കാതെ വചനവുമായിട്ടൊരു ബന്ധമില്ലാതെ വെറുതെ ഗുസ്തിക്ക് വേണ്ടി ഇരിക്കുന്നവർ മാത്രം, ഗുസ്തിക്ക് വേണ്ടി ഇരുന്നു കൊണ്ട് മാത്രം നിങ്ങൾ സ്പിരിച്വൽ വാർഫെയറിലേക്ക് പ്രവേശിക്കരുത്. ഉടൻ തന്നെ അപ്പച്ചന് ഡൗട്ടായി, ഇത് ദൂതനാണോ ഇത് പിശാചാണോ എന്ന്. അപ്പച്ചന് ഭയങ്കര ഡൗട്ട് വന്നു. കാരണം അപ്പച്ചൻ്റെ ഹൃദയത്തിനകത്ത് ഭയങ്കര അസ്വസ്ഥത. ഒരു ഹെവൻ എൻകൗണ്ടർ ഉണ്ടാകുമ്പോൾ ഉണ്ടാകേണ്ടത് അസ്വസ്ഥതയല്ല, ഉണ്ടാകേണ്ടത് ഭയങ്കര സമാധാനമാണ്. ഉടൻ തന്നെ ഈ അപ്പച്ചൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് അപ്പച്ചൻ കണ്ടോ, അതാണ് വചനം അറിയുന്നവരുടെ പ്രത്യേകത. ബഹളം വയ്ക്കുന്നവർക്ക് ഈ കാര്യം അറിയല, പിള്ളേർക്ക് ഈ കാര്യം അറിയല, അവരാൾക്കാരെ ചതിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ അപ്പച്ചൻ ചോദിച്ചു, നീ യേശു ക്രിസ്തു ജഡത്തിൽ വന്നവനെന്ന് വിശ്വസിക്കുന്നവനാണോ?
പറഞ്ഞ വഴിക്ക് ദൂതൻ സ്റ്റക്കായി. ഈ കണ്ട ദൂതൻ, യഹോവയുടെ ദൂതൻ എന്ന് പറഞ്ഞ ആൾ സ്റ്റക്കായി. അപ്പച്ചൻ രണ്ടാമത് ചോദിച്ചു, നിന്നോട് ഞാനാ ചോദിക്കുന്നത്. നമ്മളെ ദൂതനെ കണ്ട് നമ്മൾ എന്ത് പറയും? നമ്മളവിടെ കമന്നടിച്ച് വീഴും. അപ്പച്ചൻ ചോദിച്ചു ദൂതനോട്, നിന്നോട് ഞാനാ ചോദിക്കുന്നത്, നീ യേശു ക്രിസ്തു ജഡത്തിൽ വന്നവനെന്ന് വിശ്വസിക്കുന്നവനാണോ അതോ വിശ്വസിക്കാത്ത വഞ്ചകനാണോ? ഇത് പറയല്ല. അങ്ങനെ വിശ്വസിക്കുന്നവൻ യേശുക്രിസ്തു ജഡത്തിൽ മാനകുലത്തിന്റെ വീണ്ടെടുപ്പിനും രക്ഷയ്ക്കും വേണ്ടി വന്നുവെന്ന് വിശ്വസിക്കാത്തവൻ വഞ്ചകനാണ്, അവൻ എതിർക്രിസ്തുവാണ്. കണ്ടോ, ഇത് യോഹന്നാന്റെ ലേഖനത്തിലെ വാക്യമുണ്ട്. സ്പിരിച്വൽ വാർഫെയർ എത്തി നിൽക്കുന്ന നിങ്ങൾ, പ്രവേശിക്കുന്ന നിങ്ങൾ വചനത്തിലെ ട്രൂത്തുകൾ അറിയണം. അത് ഡ്രീംസിനകത്ത് നിങ്ങൾ അറിയണം കേട്ടോ. നിങ്ങളുടെ അകത്തുണ്ടാകുന്ന സമാധാനങ്ങൾ. പോട്ടെ, ഞാൻ അവിടേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഇത് പറയല്ല. രണ്ടാം വട്ടമാണോ മൂന്നാം വട്ടമാണോ അപ്പച്ചൻ പറയല്ല. ഈ വന്ന ദൂതൻ ദേണ്ട കിടക്കുന്നു തലയും കുത്തി താഴെ. ഒരു ചെറിയ ഒരു വസ്തുവായിട്ട് ദൂതൻ മാറി. ഞാൻ പറഞ്ഞതിന്റെ സാരാംശം, നിങ്ങളുടെ മുറിയിൽ പരിശുദ്ധാത്മാവ് ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് ബലം നൽകുമ്പോൾ നിങ്ങൾ വചനമെന്ന വാളെടുക്കാൻ നിങ്ങൾ പഠിക്കണം. അതിന് നിങ്ങൾക്ക് വചനവുമായിട്ട് നല്ല ബന്ധം വേണം. നിങ്ങൾ ബൈബിൾ വായിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വചനമെന്ന വാളെടുക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുന്ന റിലത്തിലൂടെ പ്രത്യക്ഷപ്പെട്ട ദൂതൻ ദൈവത്തിന്റെ ദൂതനാണോ പിശാചിന്റെ മാനിഫെസ്റ്റേഷനാണോ? പിശാച് വെളിച്ച ദൂതന്റെ വേഷം ഭരിച്ചു വരും. ഏതെങ്കിലും ഒരു വെള്ളം ഉടുപ്പിട്ട് ഒരാൾ നിൽക്കുന്ന കണ്ട ചാടിക്കയറി ദൂതനാന്ന് പറഞ്ഞ് കമന്ന് വീഴരുത്. ഏഞ്ചലിക് റിലം തുറക്കുമ്പോൾ, സ്പിരിച്വൽ റിലം തുറക്കുമ്പോൾ ഈ രണ്ട് പ്രശ്നം ഉണ്ടാകും. ഇത് തിരിച്ചറിയുവാൻ നിങ്ങൾ സെൻസ് ഉള്ളവരായി മാറും. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? ദൈവത്തോട് നിങ്ങൾ അപേക്ഷിക്കണം. നിങ്ങളുടെ മെച്യൂരിറ്റിയാണ് സ്പിരിച്വൽ റിലങ്ങളും സ്പിരിച്വൽ വാർഫെയറിലും നിങ്ങളെ ദൈവം ഉപയോഗിപ്പാൻ അടയാളമായി നിൽക്കുന്നത്, പിൻബലമായി നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സമയമെടുത്ത് പ്രാർത്ഥിക്കുകയും വേടിന്റെ വെളിപ്പാടിൽ വളരുകയും ചെയ്യണം. അപ്പൊ ഒന്ന് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷമാകുന്ന ദൂതഗണത്തെ നിങ്ങൾക്ക് ഒരു ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടാകുമ്പോൾ, ഒരു ഹെവൻ റിലം നിങ്ങളുടെ മേൽ തുറക്കുമ്പോൾ, നിങ്ങളുടെ അകത്ത് സമാധാനമോ സന്തോഷമോ ഒരു സ്പിരിച്വൽ പീസ് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഉടൻ വെളിപ്പെട്ട് നിൽക്കുന്ന റിലത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം. വെളിപ്പെടുന്ന വ്യക്തിയെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും അതിന് ഗൗരവം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ ഈ പ്രഭാതത്തെ ഞാൻ അറിയിക്കുകയാണ്. ഇനി ഞാൻ മറുഭാഗത്ത് പറഞ്ഞ് അവസാനിപ്പിക്കാം, സമയമാകുന്നല്ലോ. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവവചനം എന്ന വാള്. അപ്പം വെളിപ്പെട്ട് നിൽക്കുന്ന ഒരു ദൂതൻ ഇല്ലെങ്കിലോ? ദൂതൻ വേണ്ടല്ലോ, വെളിപ്പെട്ട് വരണ്ടല്ലോ. ഡിമോണിക് റിലം വെളിപ്പെടുണ്ടല്ലോ, നമുക്ക് വചനം എന്ന വാൾ ഉപയോഗിക്കാൻ. അപ്പൊ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നത്? നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ മേഖലകളാണ് ഒരു തുറവി സംഭവിക്കാതെ പിശാച് അടച്ചു വെച്ചതെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഏരിയ ഉണ്ടോ? നിങ്ങൾക്ക് തോന്നുന്ന ഏരിയ ഉണ്ടോ? അത് നിങ്ങളുടെ കുടുംബ ബന്ധത്തെയാണോ? നിങ്ങളുടെ ഏത് മേഖല? ഫൈനാൻസ് മേഖലയാണോ? നിങ്ങളുടെ ജോലിയാണോ? ബിസിനസ്സാണോ? നിങ്ങളുടെ തലമുറകളുടെ പഠനമാണോ? അവരുടെ ഫ്യൂച്ചറാണോ? അവരുടെ വിവാഹ ജീവിതമാണോ? ഏത് നിലയിൽ അവർ തക്ക പങ്കാളിയല്ലാതെ ഇണകളുടെ പുറകെ പോകുകയാണോ? കുടുംബത്തിൽ ആരെങ്കിലും അടിമത്തം അനുഭവിക്കുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിനകത്ത് ചില വ്യക്തികൾ കർത്താവിനെ കാണാത്തവരായിട്ടുണ്ടോ? ഏതൊക്കെ മേഖലകളിലാണ് നിങ്ങൾ അപേക്ഷിച്ചിട്ട് മറുപടികൾ വെളിപ്പെടാതെ നിൽക്കുന്നവർ? ആ മേഖലകളെ മുമ്പിൽ കണ്ടുകൊണ്ട് ഇതിനെല്ലാം പുറകിൽ വ്യാപരിക്കുന്ന ഡീമോണിക് റിലം ഉണ്ട് കേട്ടോ. ഡീമോണിക് റിലം ഉണ്ട്. ആ മേഖലകളെ നിങ്ങൾ വചനം എന്ന വാളെടുത്ത് വെട്ടണം. ഹലോ, അപ്പൊ നിങ്ങൾ എവിടെ ഇരിക്കുന്നവ? നിങ്ങൾ ഇരിക്കുന്നത് ഇപ്പോൾ ഹെവനിലല്ലേ? നിങ്ങൾ ഇരിക്കുന്നത് ഇപ്പോൾ അവന്റെ അകത്തല്ലേ? യേശുക്രിസ്തു എവിടെയാണ്? പിതാവിന്റെ വലത്തുഭാഗത്ത് എല്ലാറ്റിനും മീതെ, സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വങ്ങൾക്കും സകല നാമങ്ങൾക്കും മേലെ, എല്ലാ രോഗങ്ങളും എല്ലാ മേഖലകളുടെയും മുകളിലല്ലേ അവൻ ഇരിക്കുന്നത്. അപ്പൊ അവിടെയാണ് ഇരിക്കുന്നതെന്ന വെളിപ്പാടിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് നോക്കി. ഒറ്റയ്ക്ക് വിശ്വാസി വന്നവർ ഏത് വചനം പറയണം? ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. കർത്താവ് യേശു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ വചനം നിങ്ങൾ ഓളിയിട്ടൊന്നും പറയണ്ട കേട്ടോ. പിന്നെ നമുക്കിങ്ങനെ ഒരു സിസ്റ്റം വന്നതുകൊണ്ട് നമ്മൾ പറയുമ്പോൾ എൻ്റെ ഒരു രീതിയാണ് സൗണ്ട് എടുത്ത് പറയുക എന്നുള്ളത്. എന്നതുപോലെ നിങ്ങൾക്ക് അങ്ങനെ ഒരു രീതി ഉണ്ടെങ്കിൽ അങ്ങനെ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ കുറെ ബഹളത്തിൽ ഉച്ചത്തിൽ പറയുന്നതുകൊണ്ടല്ല പിശാച് ഓടുന്നത്. നിങ്ങളുടെ മേൽ കിടക്കുന്ന അധികാരത്തിലാണ് അവൻ ഓടുന്നത്. ആ അധികാരം എങ്ങനെയാ? ആ അധികാരം തുറക്കാനാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധി അഫലമായി നിങ്ങൾ അവൻ്റെ അകത്ത് ഒരു പ്രത്യേക പൊസിഷനിൽ ഇരിക്കാനുള്ള ബോധ്യം ഉണ്ടാകും.
ഓക്കെ, ഞാനിവിടെ നിർത്തുകയാണ്, സമയം ഓടിപ്പോകുന്നു. ഈ രാവിലെ 1 മണിക്കൂർ നേരം പെട്ടെന്ന് കടന്നു പോകുന്നു എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകണം. 5 മിനിറ്റ് കൊണ്ട് നിർത്താൻ കേട്ടോ. 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ കഴിഞ്ഞ 40 മിനിറ്റ് 50 മിനിറ്റ് നമ്മൾ അന്യഭാഷ പ്രാർത്ഥിക്കുകയായിരുന്നു. 1 മിനിറ്റ് കൂടെ നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥിച്ച ശേഷം ഈ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് എന്തെങ്കിലും വ്യതിചലിച്ച് പോയെങ്കിലോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, എന്ന് സംശയം കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. 1 മിനിറ്റ് കൂടെ നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥിച്ച ശേഷം, ഞാൻ പറയില്ല ഏത് മേഖലകളിലാണ് നിങ്ങളുടെ കുടുംബത്തിലൊരു വിടുതൽ വെളിപ്പെടേണ്ടത്, അത് നിങ്ങളൊന്ന് പ്രഖ്യാപിക്കാവോ? ഇനി വഴികൾ, തലമുറകൾക്ക് വഴികൾ തുറന്നിട്ടില്ല, ജോലി കിട്ടിയിട്ടില്ല, അവരെ PR കിട്ടിയിട്ടില്ല, ആ രാജ്യത്ത് അവർ കഷ്ടം അനുഭവിക്കുന്നു, നിങ്ങൾ ഉറപ്പോടെ പ്രഖ്യാപിക്കുക, മക്കളെ യഹോവ തന്ന ദാനമാണ്, അബ്രഹാമിന്റെ അനുഗ്രഹം എൻ്റെ തലമുറകളുടെ മേലുണ്ട്. ഇത് പറഞ്ഞു കേട്ടോ, മക്കൾക്ക് വിഷയമില്ലെങ്കിലും പറഞ്ഞു കേട്ടോ, ഇതൊക്കെ തുറന്നു വരും, ഇതെല്ലാം തുറന്നു വരും. അപ്പൊ നിങ്ങളുടെ അകത്ത് ദൈവാത്മാവ് നൽകുന്ന വചനങ്ങൾ നിങ്ങൾ ഉറപ്പോടെ ഹെവനിൽ ഇരിക്കുകയാണെന്നുള്ള വെളിപ്പാടിൽ നിങ്ങളുടെ സാഹചര്യത്തിലേക്ക് നോക്കിക്കൊണ്ട് ധൈര്യത്തോടെ നിങ്ങൾ പറയണം. ഇതാണ് സ്പിരിച്വൽ വാർഫെയർ. വാർഫെയറിൽ വചനം എന്ന വാളെടുത്ത വിഷയത്തെ വെട്ടുന്നവർ. ഓക്കെ, സമയം അവസാനിക്കുന്നു. ബാക്കി നമുക്ക് നാളെ പറയാം. അടുത്ത 2-3 മിനിറ്റുകൾ അന്യഭാഷ പറഞ്ഞ ശേഷം ഓരോരുത്തരും വചനം എന്ന വാളെടുക്കാൻ പറ്റുമോ നോക്കിയേ, ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ നോക്കിയേ. എല്ലാം അന്യഭാഷ മാത്രം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കരുത് കേട്ടോ. അന്യഭാഷ മാത്രം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കരുത്. അന്യഭാഷ പ്രാർത്ഥിച്ച ശേഷം എല്ലാവരും വചനം പറയണം. ആവർത്തിച്ച് വചനം പറയണം. അവൻ ഞങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനമായി മാറി. ക്രിസ്തു ഞങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനമായി മാറി. ഞങ്ങളുടെ ജ്ഞാനം ക്രിസ്തുവാണ്, ഞങ്ങളുടെ നീതി ക്രിസ്തുവാണ്, ഞങ്ങൾ ക്രിസ്തുവിലാണ്. ഷാദറ, ഈ രാജ്യം ഞങ്ങളുടെ അവകാശമാണ്. ഓ റാബാന, ഈ രാജ്യത്തെ ഞങ്ങൾ അവകാശമായി പ്രഖ്യാപിക്കുകയാണ്. പുത്രത്വത്തിന്റെ വെളിപ്പാടിൽ ഇന്ന് രാവിലെ ധൈര്യത്തോടെ പ്രഖ്യാപിക്കുക. ഷാദൽ കടകദന ഹന്തൽ കടവന കുടുംബ തകർച്ചകളെ ശാസിക്കുക. പിശാച് അടച്ചു വെച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ ശാസിക്കുക. റാബാന, വചനമെന്ന വാളെടുത്ത് വെട്ട്. ഞാനും എന്റെ കുടുംബവും അടയാളമാണ്, അടയാളമാണ്. ഓ റാബാന ഷാദൽ കാന റേഖു റാദൽ ദോറബാന വൈഡ പ്രൗഢവന ഹന്തൽ കടകദനം. ഈ വചനം പറയാമെങ്കിൽ പറഞ്ഞു. ഞാൻ ഈ ഇതിലിട്ടിരിക്കുന്ന വചനം കണ്ടു പറയാൻ പറ്റി പറഞ്ഞു. ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ ഇസ്രായേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളുമായിരിക്കും. ഞാനും എന്റെ കുടുംബം ഞങ്ങൾ അത്ഭുതമായിരിക്കും, അടയാളമായിരിക്കും. അതിന് വിരോധമായവരെ ഞങ്ങൾ ശാസിക്കുക. ദൈവിക ആരോഗ്യം വ്യാപരിക്കട്ടെ, ദൈവിക ആരോഗ്യം വ്യാപരിക്കട്ടെ. അവന്റെ അടിപ്പിടലുകളാൽ സംഭവിച്ചിരിക്കുന്ന രോഗസൗഖ്യം, രോഗസൗഖ്യം ഇപ്പോൾ സംഭവിക്കട്ടെ, ഇപ്പോൾ സംഭവിക്കട്ടെ, ഇപ്പോൾ സംഭവിക്കട്ടെ.
അവന്റെ അടിപ്പിണരുകൾ സംഭവിച്ചിരിക്കുന്ന രോഗസൗഖ്യം ഇപ്പോൾ കുടുംബങ്ങളുടെ മേൽ, തലമുറകളുടെ മേൽ വെളിപ്പെട്ടു വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൗഖ്യം തുറകട്ടെ, സൗഖ്യങ്ങൾ തുറകട്ടെ, സൗഖ്യങ്ങൾ തുറകട്ടെ. ഓ റഭാലബാരഘടകദന വൈഡപ്രൗഢബനഘടകദന ശസ്കനാദിരാധന പ്രൗഢബനഘടകദനാരഘടകവന. ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ തലമുറകളുടെ മേൽ, ഞങ്ങളുടെ തലമുറകളുടെ മേൽ, ഞങ്ങളുടെ കൂട്ടുകുടുംബ സകലരുടെ മേൽ പരിശുദ്ധാത്മാവേ, ആത്മാവിന്റെ പകർച്ച അങ്ങ് പറഞ്ഞല്ലോ, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലെ ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന്. തുറന്നു വരട്ടെ അപ്പ, ആ ആത്മ പകർച്ച തുറക്കട്ടെ. ഞങ്ങളുടെ പുത്രന്മാർ പുത്രിമാർ പ്രവചിക്കട്ടെ, ഞങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ കാണട്ടെ, ഞങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണട്ടെ. കാണട്ടെ അപ്പ, തുറക്കട്ടെ, അവരുടെ കണ്ണുകൾ തുറക്കട്ടെ. ഞാൻ സമയമായതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ അവസാനത്തെ 15 ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെയാണെന്നാണ് എൻ്റെ ഓർമ്മ. കർത്താവിൻ്റെ പല സ്വപ്നങ്ങൾ കാണിച്ചതിനകത്ത് ഞാനത് എഴുതി വയ്ക്കാൻ മറന്നു. ഞാൻ 2 ദിവസം ഇച്ചിരി ക്ഷീണത്തിലായിരുന്നു. അപ്പം മറ്റേ ഞാൻ ഓർത്തിരിക്കാറുണ്ട്. പക്ഷേ അതിനകത്ത് കണ്ടൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു കൂട്ടം സഹോദരന്മാർ എണ്ണത്തിൽ കുറവാണ് അതിനകത്ത്. ഞാൻ കണ്ട സ്വപ്നത്തിനകത്ത് കുറച്ച് സഹോദരന്മാരിങ്ങനെ നോക്കി നിൽക്കുക, ഇതെന്താകുമെന്ന് നോക്കി നിൽക്കുകയാണ്. ബാക്കി ഒരു കൂട്ടം സഹോദരിമാർ പ്രാർത്ഥന അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് ശരിക്കും ഈ തലത്തിലേക്ക് അവർ പ്രവേശിച്ചിരിക്കുന്നത്, ഈ ഹെവൻ റിലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഒരു സ്വപ്നം ഈ ഞായറാഴ്ച രാവിലെയാണെന്ന് എൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ കർത്താവ് കൃത്യമായിട്ട് എന്നെ കാണിച്ചു. സഹോദരന്മാർ അതിനകത്ത് കുറവാണ്. ഞാൻ വീണ്ടും ആ പദം പറയുന്നു, സഹോദരന്മാർ അതിനകത്ത് കുറവാണ്. ഞാൻ കുറച്ചതല്ല, കർത്താവിനെ കാണിക്കുകയാണ്. ചിലരിങ്ങനെ നോക്കി നിൽക്കുകയാണ്, അവർക്ക് ഇൻറ്റിമസി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ചില സഹോദരിമാർ, ഒരു കൂട്ടം സഹോദരിമാർ, ചിലരല്ല കേട്ടോ, ഒരു കൂട്ടം സഹോദരിമാരുണ്ട് അതിനകത്ത്. ഒരു കൂട്ടം സഹോദരി, അത് എന്നാണ് ഞാൻ മറന്നുപോയി, ഞായറാഴ്ചയാണോ ശനിയാഴ്ചയാണോ ഞാൻ വിട്ടുപോയി. ഞാനന്ന് ചർച്ചിൽ അത് പറഞ്ഞിരുന്നു എൻ്റെ ഓർമ്മ. കൂട്ടമായിട്ട് സഹോദരിമാർ അതിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ സൺഡേ ആണല്ലേ, ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൂടെ നിർത്തുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ കേട്ട വചനങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ അകത്ത് കർത്താവ് നൽകിയതോ നമ്മളിങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതിനകത്ത് ഉണ്ടാകുന്ന, ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥന ഒന്നും കൂടെ ആഴമായതായി മാറണം. ഒരുമിച്ച് നമ്മൾ സഭയായി പ്രാർത്ഥിക്കുമ്പോൾ തുറക്കുന്ന പ്രത്യേക ഒരു അതോറിറ്റി വേറെയുണ്ട്. അപ്പം അതുകൊണ്ട് പ്രാർത്ഥിച്ചു തന്നെ കിടന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നുറങ്ങുക, അന്യഭാഷ പറഞ്ഞ് കിടന്നുറങ്ങുക, എഴുന്നേൽക്കുമ്പോൾ അന്യഭാഷ പറഞ്ഞ് എഴുന്നേൽക്കുക, ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ അനുഭവം എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എപ്പോഴും ആ ഒരു റിലത്തിൽ, നമ്മൾ മനുഷ്യരായതുകൊണ്ട്, നിങ്ങൾ ഉത്തരവാദിത്തമുള്ളവരായതുകൊണ്ട് വീട്ടിൽ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക. നിങ്ങൾ ആ ഹെവൻ റിലത്തിൽ 24 മണിക്കൂറും ജീവിക്കുന്ന ഒരു ശൈലി നിങ്ങളുടെ അകത്ത് കർത്താവ് തുറക്കാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കരമായത് കർത്താവ് നിങ്ങളിൽ കൂടെ തുറക്കും. ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയുടെ 26ാമത്തെ പ്രഭാതത്തിൽ
ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വന്ന് കഴിഞ്ഞ 1 മണിക്കൂർ നേരം ഒരുമിച്ച് ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ കർത്താവ് കൃപ നൽകിയല്ലോ. അങ്ങയുടെ മക്കളെല്ലാം അങ്ങയുടെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും അങ്ങ് സ്പർശിക്കുന്നതിനായി സ്തോത്രം. ഓരോരുത്തരെയും സ്പിരിച്വൽ റിലങ്ങൾ അങ്ങ് തുറക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾക്ക് ആ ഇൻറ്റിമസിയിൽ പ്രാർത്ഥിക്കുവാൻ കഴിയാതെ നിൽക്കുന്ന തടസ്സങ്ങളെ, ഞങ്ങളുടെ ബുദ്ധിക്കകത്തുള്ള, ഞങ്ങളുടെ കർത്താവേ ജഡത്തിനകത്തുള്ള തടസ്സങ്ങളെ ഒന്നുമാറി പരിശുദ്ധാത്മാവ് അതിനെ അതിജീവിപ്പാൻ ഞങ്ങളുടെ മേൽ കൃപ പകർന്ന് സ്പിരിച്വൽ റിലത്തിൻ്റെ ഹയർ റിലത്തിലേക്ക് ഞങ്ങളെ കർത്താവ് കൊണ്ടുപോകേണ്ടതിനായിട്ടും അവിടെ നിന്ന് കർത്താവെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനത്താൽ ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഭവിക്കേണ്ട അനുഗ്രഹങ്ങൾ, ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ലക്ഷ്യങ്ങൾ എല്ലാം വെളിപ്പെട്ടു വരുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങനെ ദൈവിക അധികാരത്തിൽ നിൽക്കുന്നവരായി മാറട്ടെ കർത്താവ്. സ്പിരിച്വൽ അതോറിറ്റിയെക്കുറിച്ച് ഞങ്ങൾക്ക് ധ്യാനിക്കുവാനും ഉപയോഗിക്കാനും കർത്താവ് കൃപ നൽകണമേ കർത്താവ്. ഞാൻ ഞങ്ങളുടെ മക്കളെ മുഴുവൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ 60 കുടുംബങ്ങളും അനുഗ്രഹമായി മാറട്ടെ. ഇവരെ കുടുംബബന്ധം അനുഗ്രഹമായി മാറട്ടെ. ഇവരെ സാമൂഹ്യ ജീവിതം അനുഗ്രഹമായി മാറട്ടെ. ഇവരെ സഭാജീവിതം അനുഗ്രഹമായി മാറട്ടെ. ഇവരെ തലമുറകളുടെ പഠനം, അവരുടെ കർത്താവിൽ ഭാവി ജീവിതം, അവരുടെ ജോലി, അവർക്ക് തക്ക സമയത്തുണ്ടാകേണ്ട പങ്കാളികൾ, എല്ലാം സമസ്ത മേഖലകളും ദൈവത്താലുള്ള അനുഗ്രഹങ്ങൾ തുറന്നു വരുവാൻ ഞാൻ ഇവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഏതെങ്കിലും വ്യക്തികൾ കുരുക്കുകളുടെ അകത്ത് പെട്ടു നിൽക്കുന്നെങ്കിൽ നിയമപരമായോ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ പെട്ടുകിടക്കുന്ന കുരുക്കുകളെ ഇന്ന് രാവിലെ പരിശുദ്ധാത്മ വലിച്ച് പൊളിച്ചു കളയുവാൻ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകൾ ഒരു വ്യക്തി പോലും കുരുക്കുകളിൽ പെടരുത്. കർത്താവുമായിട്ടുള്ള വ്യക്തമായ ബന്ധത്തിൽ ജീവിപ്പാൻ അവരുടെ മേലെ അങ്ങ് കൃപ കൊടുക്കണമേ കർത്താവേ. കർത്താവ് യെശയ്യാ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ തലമുറകളും, ഞാനും എൻ്റെ കുടുംബവും, ഞാനും എൻ്റെ മക്കളും ഈ സിയോൻ പർവ്വതത്തിലെ യഹോവയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളുമായിരിക്കുമെന്ന് പറഞ്ഞതുപോലെ ലോകരാജ്യങ്ങൾ അങ്ങയുടെ മക്കൾ എവിടെയായിരിക്കുന്നുവോ അവിടെ അങ്ങയുടെ മക്കൾ കുടുംബമായി അവരുടെ മക്കൾ എവിടെയായിരിക്കുന്നു ആ രാജ്യത്ത് അടയാളമാകട്ടെ, അത്ഭുതമാകട്ടെ. ഞാൻ അവനായിട്ട് ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം കുഞ്ഞാടിനെ ഈ ദിവസം ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ. മഹിമ കുഞ്ഞാടിനെ പ്രാർത്ഥന കേട്ടവനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസം കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2ാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, 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 ആമേൻ.